രാജ്മോഹൻ ഉണ്ണിത്താൻ MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേരളം 29 ആവശ്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത്. അതിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടുന്നുണ്ടായിരുന്നു, വിഴിഞ്ഞത്തിന് കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രഖ്യാപനത്തിൽ കാണാൻ സാധിക്കുന്നില്ല. നാളികേര കർഷകരെ പ്രോത്സാഹിപ്പിക്കുമെന്നത് കാണുന്നുണ്ട്. ധാതുമണലുമായി ബന്ധപ്പെട്ട ഇടനാഴി കേരളത്തിന് അനുവദിച്ചു എന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചില പദ്ധതികളിൽ കേരളത്തിൻ്റെ പേരുകൂടി കേൾക്കാൻ സാധിച്ചു. എങ്ങനെയാണ് താങ്കൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്? അതെ, ഇതിപ്പോ നമ്മള് പ്രാഥമികമായി കേരളത്തിന്റെ പേര് ഇപ്പൊ നാളികേരം എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് കേരളത്തിന്റെ പേരാണ്. പക്ഷെ ഇന്ന് കേരളത്തെക്കാൾ നാളികേരം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ വേറെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വിശദ വിവരങ്ങൾ കിട്ടാൻ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതീക്ഷ ഒന്നും നടന്നിട്ടില്ല. കേരളത്തിന് എയിംസ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ പുതിയ ഹൈവേ വരുന്നു എന്ന് പറയും, പിന്നെ അതിവേഗ ഹൈവേ വരുന്നു എന്ന് പറഞ്ഞു, അതായിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പൊതുവായി പറഞ്ഞ പല കാര്യങ്ങളിലും കേരളത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നല്ലാതെ എക്സ്ക്ലൂസീവായി അതിനെക്കുറിച്ച് വിവരം കിട്ടണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണെന്ന് യാതൊരു ഇതുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. യെസ്, എന്തായാലും കൂടുതൽ ഡേറ്റകൾ പുറത്തു വന്നതിന് ശേഷമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, അദ്ദേഹം സൂചിപ്പിക്കുന്ന പോലെ. അതേസമയം ചില നീക്കങ്ങൾ, പ്രത്യേകിച്ച് ഫാർമ രംഗത്തടക്കം വലിയ തോതിലുള്ള നിക്ഷേപം നടത്തുമ്പോൾ അത് തീർച്ചയായും രാജ്യത്തിൻ്റെ കയറ്റുമതി മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്, അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിന് ഇന്ത്യയുടെ മറുപടി എന്ത് എന്നതാണ്. അവിടെയാണ് യൂറോപ്യൻ യൂണിയനുമായി കരാറിലേക്ക് ഏർപ്പെടുമ്പോൾ ഫാർമ രംഗത്ത് നിന്ന് അടക്കം വലിയ തോതിൽ ഇന്ത്യയിൽ നിന്ന് മരുന്നുകൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഇന്ത്യയെ ഗ്ലോബൽ ബയോ ഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാൻ 10,000 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത് എന്നതാണ്. ഇന്ത്യ 2.0 സെമി കണ്ടക്ടർ മിഷന് വേണ്ടി 40,000 കോടി രൂപയും മാറ്റിവെക്കുമ്പോൾ അവിടെ അത്തരം കൃത്യമായ ലക്ഷ്യങ്ങൾ ഈ ബജറ്റ് മുന്നിൽ കാണുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.